ഇന്നത്തെ പ്രൊമോ കണ്ടിട്ട് സിജോ പുറത്താവോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് സിജോ പുറത്താവാൻ ചാൻസസ് വളരെ വളരെ കുറവാണ്. ഒന്നാമത് ആ ഇഷ്യൂ നടന്നത് ഹൗസിന്റെ അകത്ത് വെച്ചിട്ടാണ്. സിജോയ്ക്ക് പരിക്കേറ്റതും ഹൗസിന്റെ അകത്ത് വെച്ചിട്ടാണ്. സിജോയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഔട്ട് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. രണ്ട്, നമ്മുടെ ലാലേട്ടൻ കലിപ്പിലാണ്. വീട്ടിലുള്ള എല്ലാവരും എടുത്തിട്ട് പൊരിക്കുന്നുണ്ട്. പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ്, നമുക്ക് അറിയാം. എന്നാലും ഇത് കാണുമ്പോൾ മനസ്സിനൊരു സുഖം. കാരണം സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരെ കൂടെ ഇത്ര നാൾ നിന്ന് പരിക്കേറ്റ് പുറത്തു പോയിട്ട് പോലും ഇവരിൽ ഒരാൾ പോലും സിജോ എവിടെ, സിജോയ്ക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചിട്ടില്ല. എന്ത് ഗെയിമെന്ന് പറഞ്ഞാലും കുറച്ച് മനസാക്ഷി ആവാലോ അല്ലെ? അത് കാണിക്കാത്തവരോട് ഇങ്ങനെ തന്നെ ചോദ്യം ചോദിക്കണം. ഇനിയിപ്പോൾ എപ്പിസോഡ് വരുമ്പോൾ എന്താവുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും പ്രൊമോ കാണുമ്പോൾ ലാലേട്ടൻ നല്ല കലിപ്പിലാണെന്നാണ് തോന്നുന്നത്. ഇതില് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, പരിക്കേറ്റ് പോയ സിജോക്ക് എന്താണെന്ന് ആർക്കും അറിയുകയും വേണ്ട. അതേസമയം അടിച്ചിട്ട് പോയ റോക്കിയെ വലിയ ഹീറോ ആക്കി വെക്കുന്നുണ്ട്. ചോദിച്ചു വാങ്ങിച്ചതല്ലേ സിജോ എന്ന് അവിടെ പലരും പറയുന്നത് നമ്മൾ കേട്ടു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച റോക്കി സംസാരിക്കുമ്പോൾ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കണ്ടിട്ട് ആ വോട്ട് നമുക്ക് ഇങ്ങോട്ട് വരുത്തിക്കാം എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നത് ഇവർ റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ സപ്പോർട്ട് ചെയ്യാൻ ഒരു റീസണും ഞാൻ കാണുന്നില്ല. കാരണം അടി എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ അടിയോ ആയിരുന്നില്ല. സിജോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പരുക്ക് നിസ്സാരവും അല്ല. അവർ കണ്ടതാണ്. സംസാരിക്കാൻ പോലും വയ്യാതെ, കഴിക്കാൻ വയ്യാതെ സിജോ ഇരിക്കുന്നതും സിജോന്റെ അവസ്ഥയും അവർ നേരിട്ട് കണ്ടതാണ്. എന്നിട്ടും ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി. എന്തായാലും പ്രമോല് കണ്ട പോലെ ലാലേട്ടൻ എടുത്തിട്ട് പൊരിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടുകാർക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമായിരുന്നു. കാണുന്ന നമുക്കും സന്തോഷം. ഇതൊന്നും പോരാതെ പുറത്തിറങ്ങിയ റോക്കി എന്നെ അകത്ത് കയറ്റൂന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്ത് പറയാനാ.